Hello, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ ബേബി ബർത്ത് ഡീറ്റെയിൽഡ് ഫ്രെയിം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് പിൻട്രസ്റ്റ് ആപ്പ് കേട്ടോ. പിൻട്രസ്റ്റ് ആപ്പിൽ ബർത്ത് ഫ്രെയിം ബാക്ക്ഗ്രൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടും. ബേബി ബോയ് ആണെങ്കിൽ ബ്ലൂ കളർ, ബേബി ഗേൾ ആണെങ്കിൽ പിങ്ക് കളർ, ഏത് കളറിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ ഈ കളറാണ് എടുത്തത്. ഞാൻ എൻ്റെ മോൻ്റെ ബർത്ത് ഫ്രെയിം തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ഫോട്ടോ ഗാലറിയിലേക്ക് ഒന്ന് സേവ് ചെയ്തിട്ട് എടുത്തു. ഞാൻ ഒരുവിധം എല്ലാ വർക്കും ചെയ്യുന്നത് ക്യാൻവയിലാണ് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ ചെയ്യുന്നത് ക്യാൻവയിലാണ്. ഇങ്ങനെ ക്യാൻവ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ പേജിൽ A4 ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഒരു A4ന്റെ ഒരു പേജ്, ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ട് കിട്ടും. അപ്ലോഡ് ഫയലിൽ വന്നിട്ട് നേരത്തെ നമ്മൾ പിൻട്രസ്റ്റ് നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോ ഇല്ലേ, അത് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് കറക്റ്റ് A4 സൈസിലല്ലായിരുന്നു ആ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇത് അതിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇനി താഴെ എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ ഉണ്ടാവും. അതിൽ വന്നിട്ട് സർക്കിൾ ഫ്രെയിം എന്ന് ഞാനൊന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു എലമെന്റ്സിന്റെ ഐക്കണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ താഴെ കുറച്ച് ഫ്രെയിംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഏതാണോ വേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്തു. ഞാൻ ഇതാണ് കേട്ടോ സെലക്ട് ചെയ്തത്. ഇതിന്റെ ഔട്ട്ലൈൻ ഒരു ഗ്രീൻ കളർ ആയിരുന്നു. അപ്പോൾ ഇതിലേക്ക് സ്യൂട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാനത് വൈറ്റ് കളറിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പൊ ഈ ഒരു സർക്കിൾ നമ്മൾ സെലക്ട് ചെയ്തത് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനാണ്. ഇനി നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അതിന്റെ താഴെ ബേബിന്റെ നെയിം ആഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഫോണ്ട് ഇതിൽ അവൈലബിൾ ആണ്. ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഫോണ്ട് ആണ് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ബേബിന്റെ പേര് അവിടെ എഴുതി കൊടുത്തു. കിയാൻ തനിഷ് VP എന്നാണ് എൻ്റെ മോൻ്റെ പേര്. ഫോണ്ടിന്റെ കളർ ഞാൻ ബ്ലാക്ക് ആണ് കേട്ടോ കൊടുത്തത്. കാരണം ഈ ഒരു കളറിലേക്ക് ബ്ലാക്ക് കൊടുത്തെങ്കിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി ബേബിന്റെ ഫോട്ടോ ഒന്ന് ആഡ് ചെയ്യണം. അത് ആഡ് ഫോട്ടോയിൽ വന്നിട്ട് ഗാലറിയിൽ ഏത് ഫോട്ടോ ആണ് നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പൊതുവെ ബർത്ത് ടൈമിലുള്ള ഫോട്ടോ ആണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുക്കല്. ഞാനിതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുത്തു. ഇനി എലമെന്റ്സിന്റെ ഐക്കണിൽ വന്നിട്ട് ഡേറ്റ് എന്ന് സെർച്ച് ചെയ്താൽ ഡേറ്റിന്റെ കുറേ ഐക്കൺസ് നമുക്ക് കാണാൻ കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് സെലക്ട് ചെയ്യാം. ഞാൻ ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ അതൊന്ന് പേജിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കും. അടുത്തതായിട്ട് നമുക്ക് വെക്കുന്നത് ടൈമിന്റെ ഐക്കൺ ആണ്. അതും ഇതുപോലെ തന്നെ സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുക. അങ്ങനെ ഈ ഒരു ക്ലോക്ക് ആണ് ഞാൻ സെലക്ട് ചെയ്തത്. അത് നമ്മളെ പേജിലൊന്ന് വെച്ചു കൊടുത്തു. ഇനി നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ബ്ലഡ് ഗ്രൂപ്പ് ഐക്കൺ എന്ന് അടിച്ചാൽ ആ ഒരു എലമെന്റ്സ് നമുക്ക് കിട്ടും. അപ്പൊ ഇതിൽ റെഡ് കളറിൽ ബ്ലാക്ക് കളറിൽ ഒക്കെ ഉണ്ട്. ഞാനിവിടെ ബ്ലാക്ക് ആണ് എടുത്തിട്ടുള്ളത്. കാരണം ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ ഞാൻ ബ്ലാക്ക്, അപ്പൊ അതിന് മാച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ബ്ലാക്ക് തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് പേജിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുത്തു. അടുത്തത് വേണ്ടത് മെഷർമെന്റിന്റെ ഐക്കൺ ആണ്. മെഷർമെന്റ് ഐക്കൺ അല്ലെങ്കിൽ സ്കെയില്, ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ആ ഒരു എലമെന്റ്, ഞാൻ ഈ ഒരു എലമെന്റ് ആണ് കേട്ടോ സെലക്ട് ചെയ്തത്. അത് നമ്മൾ ഈ ഒരു ലെവലിലാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. ഇനി ഞാൻ ചെയ്യുന്നത് ഹോസ്പിറ്റലിന്റെ ഐക്കൺ ആണ്. അങ്ങനെ ഹോസ്പിറ്റലിന്റെ ഐക്കണും ഞാൻ സെലക്ട് ചെയ്തു. അടുത്തതായിട്ട് ഡോക്ടറിന്റെ സിമ്പിൾ ആണ്. അങ്ങനെ അതും സെർച്ച് ചെയ്തിട്ട് എടുത്തു. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ ഒരു ഫ്രെയിമിൽ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാം. സിമ്പിൾസ് മാത്രമായിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് അതിന്റെ അടിയിൽ ടെക്സ്റ്റും കൊടുക്കണ്ടേ. അങ്ങനെ ടെക്സ്റ്റ് ഐക്കൺ എടുത്തിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇവിടെ ഞാൻ ചെയ്യുന്നത് ആദ്യം ഒരു ഫോണ്ട് എടുത്തിട്ട് അത് കോപ്പി ചെയ്യാണ്. കാരണം എങ്ങാനും ഫോണ്ട് എങ്ങാനും മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ പണി പോകും. അതിന് ഡേറ്റും ടൈമും ഹോസ്പിറ്റൽ നെയിമും ഡോക്ടർ നെയിമും മെഷർമെന്റും ബ്ലഡ് എല്ലാം ഒന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പോർഷനിലൊക്കെ വീഡിയോ കുറച്ച് സ്പീഡായിട്ടായിരിക്കും ഉണ്ടാവുക. വെറുതെ നിങ്ങളെ ലാഗ് അടിപ്പിക്കണ്ടല്ലോ. താഴെ നമുക്ക് പാരന്റ്സിന്റെ ഫോട്ടോ ആഡ് ചെയ്യണം. അപ്പൊ മേലുള്ള അതേ സർക്കിൾ ഞാനൊന്ന് കോപ്പി എടുക്കുന്നുണ്ട്. എന്നിട്ട് സൈസ് ഒന്ന് ചെറുതാക്കി കൊടുക്കും. ഇതിൽ ഞാൻ ചെയ്ത പേസ് കുറവായ കാരണം ഞാനത് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തു. ഈ ഫോട്ടോന്റെ താഴെ നമുക്ക് പാരന്റ്സിന്റെ നെയിം എഴുതണം. പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും ആണല്ലോ. അപ്പൊ ഞാൻ എൻ്റെ പേരും ഹസ്ബൻഡിന്റെ പേരും എഴുതി, നൂറ ആൻഡ് ഫൈസൽ. ഇനി നമുക്ക് ഈ ഫ്രെയിം ഒന്നും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് എലമെന്റ്സിൽ ബേബി ബോയ് കാർട്ടൂൺ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാർട്ടൂൺസ് നമുക്ക്. ഈ ഒരു പിക്ക് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അങ്ങനെ ഇത് രണ്ട് സൈഡിലും ഒന്ന് വെച്ചു കൊടുത്തു. അടുത്തതായിട്ട് കുറച്ച് ക്ലൗഡ്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ബ്ലൂ കളറിൽ തന്നെയാണ് കേട്ടോ ഞാൻ അത് സെലക്ട് ചെയ്തത്. അടുത്തതായിട്ട് എലമെന്റ്സിൽ പോയിട്ട് വൈറ്റ് സ്റ്റാറിന് സെർച്ച് ചെയ്യുന്നുണ്ട്. ഇതൊന്നും നിർബന്ധമുള്ള സ്റ്റെപ്പ് ഒന്നും അല്ല കേട്ടോ. ഞാനിതൊന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോ എലമെന്റ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്തും ഏതാണോ അതിലേക്ക് സ്യൂട്ട് ആവുന്നത് അതിനനുസരിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഇനി ഫൈനലായിട്ട് ബേബി ബോയിന്നും കൂടി സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോഴും ഒരുപാട് ക്യൂട്ട് ആയിട്ടുള്ള കാർട്ടൂൺസ് നമുക്ക് കിട്ടും. ഇനിയും ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യാം. പക്ഷെ ഇനി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ ഇനി ഇതൊന്ന് ഗാലറിയിലേക്ക് സേവ് ചെയ്താൽ മതി. ഈസി ആയിട്ട് ഇപ്പൊ ഒരു ബർത്ത് ഫ്രെയിം ഉണ്ടാക്കിയില്ല. അത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. പിന്നെ നമ്മളെ ചാനലിൽ 5000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാം. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.